രാജ്യത്തെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണത്തിന്റെ മുഴുവൻ കേന്ദ്രവും ഒരു സർവകലാശാല ക്യാമ്പസായി മാറുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത് ഒരുപാട് പ്രതിഭകളെ സംഭാവന ചെയ്യേണ്ട ഒരു ക്യാമ്പസ്. ആ ക്യാമ്പസിനുള്ളിൽ നിന്നാണ് ഇത്രയും അധികം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പുറത്തേക്ക് വന്നത്. ആ സർവകലാശാല ക്യാമ്പസാണ് നമുക്ക് കാണാൻ കഴിയുന്ന അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നവരും അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളും ഡോക്ടർമാരുണ്ട്, ജീവനക്കാരുണ്ട്. ഇത്രയും ആളുകളാണ് ഇപ്പോൾ രാജ്യം ഞെട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടലോടെ കേട്ട ഈ ഭീകരാക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരം ഒരു ആക്രമണത്തിൻ്റെ പിന്നിൽ, ഈ സ്ഫോടനത്തിൻ്റെ പിന്നിലൊക്കെ തന്നെ പ്രവർത്തിച്ചത്. ഇത് ചാവേറാക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്, അതിൻ്റെ ആസൂത്രണം മുഴുവൻ നടന്നത് ഈ ക്യാമ്പസിനുള്ളിൽ നിന്നാണ്. ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ഡോക്ടർമാരാണ്. അത് ഷഹീനായാലും മറ്റ് ആദിൽ, അതുപോലെ തന്നെ മുസമ്മിൽ അടക്കമുള്ളവരാണെങ്കിലും എല്ലാം തന്നെ അത്തരത്തിൽ തന്നെയാണ്. ഇവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഈ ആക്രമണം നടത്തുന്ന ആളുകൾക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയത് ഈ ക്യാമ്പസിനകത്താണ്. ആ സ്ഫോടനത്തിന് ഉപയോഗിച്ച വാഹനം സൂക്ഷിച്ചത് ഈ ക്യാമ്പസിനകത്താണ്. സാധാരണ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെങ്ങും തന്നെ ഇത്തരം ക്യാമ്പസുകളിൽ ഒരു മണിക്കൂർ ഒരു പരിചിതമല്ലാത്ത ഒരു വാഹനവും ഒരു ദിവസമോ അതിനപ്പുറത്ത് ഒരു മണിക്കൂറിൽ പോലും കിടന്നാൽ കൂടുതൽ പാർക്ക് ചെയ്താൽ പോലും ചോദ്യം വരും. പക്ഷേ അവിടെയാണ് 10 ദിവസത്തോളം ഒരു വാഹനം സൂക്ഷിക്കുന്ന സാഹചര്യമുണ്ടായത്. അപ്പോഴും ആരും അന്വേഷിച്ചില്ല. കാരണം അന്വേഷിക്കാതിരുന്നത് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ട ആളുകൾ അവരൊക്കെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് അത്തരമൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ വളരെ സുഗമമായി തന്നെ ഈ വാഹനം പാർക്ക് ചെയ്ത് അതിൻ്റെ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിയ ശേഷം അത് പുറത്തെടുത്ത് റെഡ് ഫോർട്ടിന് സമീപത്തേക്ക് കൊണ്ടുവന്ന ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ കഴിഞ്ഞത് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് ഈ കേന്ദ്രം കേന്ദ്രീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ക്യാമ്പസ് തിരഞ്ഞെടുത്തു, ഒപ്പം തന്നെ എന്തുകൊണ്ട് ഈ ഡോക്ടർമാരെ പൂർണ്ണമായും തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട സാധാരണഗതിയിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ ഈ ആരോഗ്യ മേഖലയിലുള്ള ആളുകളെയൊക്കെ തന്നെ കേന്ദ്രീകരിക്കും. അവരെ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ അവർക്ക് പരിരക്ഷ ഒരുക്കുന്നതിനൊക്കെ വേണ്ടിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവരുടെ അറിവും അതുപോലെ തന്നെ ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോടുള്ള താല്പര്യവുമൊക്കെ തന്നെ അത് ചൂഷണം ചെയ്ത് ഇത്തരം ആളുകളെ പൂർണ്ണമായും ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ഇതിൻ്റെ ഭാഗമായി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതൊക്കെ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഇത്തരത്തിൽ വിദ്യാഭ്യാസം നേടുന്ന ആളുകൾ പോലും ഈ ഭീകരവാദികളുടെ ഭീകര സംഘടനകളുടെ ഭാഗമായി മാറുന്നു. അതിപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന്, അവിടെ നിന്ന് പുൽവാമയിൽ നിന്ന് ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിന് അടുത്തേക്ക് വരെ എത്തുമ്പോൾ വളരെ ഗുരുതരമായ ഒരു അപകട സാഹചര്യം തന്നെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം വളരെ കൃത്യമായി തന്നെ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിലേക്ക് പോലും അന്വേഷണം പോകുന്നത് കൊണ്ടാണ് ഇത്രയും അധികം സ്ഫോടക വസ്തുക്കൾ ഈ പ്രദേശങ്ങളിലാകെ തന്നെ കേന്ദ്രീകരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഈ പറയുന്ന 4-5 ഡോക്ടർമാർ മാത്രമല്ല ഇതിന് പിന്നിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പല കേന്ദ്രങ്ങളുണ്ടാവും. ആ കേന്ദ്രങ്ങൾ സംബന്ധിച്ചാണ് കൂടുതൽ അന്വേഷണം പുറത്തേട്ട് വരേണ്ടത്. ഏതായാലും ഈ അൽ ഫലാഹ് സർവകലാശാല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്നും ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്.